ഏവർക്കും സ്വാഗതം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക പരാധീനത എന്നിവയൊക്കെ അനുഭവിക്കാത്തവർ അല്ലെങ്കിൽ എന്നീ അവസ്ഥകളിലൂടെ പോകാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. ചില സാഹചര്യങ്ങളിൽ കടം വാങ്ങേണ്ടി വരും. അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഉറ്റവരായ ആളുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് കടം ചോദിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവർക്ക് ധനം കൊടുക്കേണ്ടതായി വന്നേക്കാം. ചില ദിവസങ്ങളിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ കടത്തിലേക്കാണ് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്ന വിവരം എത്ര പേർക്കറിയാം? അങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കടം സ്വീകരിക്കുന്നതോ. എങ്കിൽ അറിഞ്ഞോളൂ, കാർത്തിക, മകം, ഉത്രം, ചിത്തിര, മൂലം, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഐശ്വര്യക്ഷയത്തിനും സാമ്പത്തിക ഇടിവിനുമാണ് കാരണമായി ഭവിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ മറ്റൊരാളിൽ നിന്ന് ധനം സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ധനം കൊടുക്കുന്നതോ. ഇങ്ങനെ കൊടുക്കുന്നതോ സ്വീകരിക്കുന്നതോ ഒന്നും വിഷയമുള്ള കാര്യമല്ല. എങ്കിൽ പോലും ആ ദിവസങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങളാണോ എന്നതുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഈ കൊടുക്കൽ വാങ്ങലിലൂടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ക്ഷയമായിരിക്കും, അല്ലെങ്കിൽ ഐശ്വര്യമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതേപോലെ തന്നെ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ധനധാന്യാദികൾ കൈമാറുവാനും പാടില്ല. ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദങ്ങൾ എന്നിവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നു അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളാണ്. അതിൽ ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ അതാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച ഏറ്റവും പ്രീതികരമായൊരു ദിവസമാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ധാന്യങ്ങൾ അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ അന്നം തുടങ്ങിയവ ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ മഹത്വപൂർണ്ണമായ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ മഹത്വപൂർണ്ണമായ ഒരു ഏടാണ് തുറക്കപ്പെടുന്നത്. കാരണം ഭാഗ്യദായകമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് സംഭവിക്കുന്നതാണ്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം ഏതെന്ന് ചോദിച്ചാൽ അത് അന്നദാനമാണ്. മറ്റൊരാളുടെ വിശപ്പ് ശമിപ്പിക്കാൻ നമ്മളാൽ സാധിക്കുകയാണെങ്കിൽ അതിനപ്പുറം പുണ്യമായ ഒരു പ്രവൃത്തി നമ്മുടെ ഈ എളിയ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വ്യാഴാഴ്ച ദിവസം അന്നദാനം നടത്തുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നല്ലൊരു നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കീർത്തി, ഐശ്വര്യം, സമ്പത്ത് എന്നിവയൊക്കെയും വന്ന് ചേരുന്നതിനും സഹായിക്കുന്നതാണ്. വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിവസം കൂടിയാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം, അത് അന്നദാനമാകട്ടെ, ധനം ദാനമായി നൽകുന്നതാകട്ടെ, അല്ലെങ്കിൽ വസ്ത്രം ദാനം തുടങ്ങി ഏത് വിധേനയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാഴാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക വർധനവിനത് സഹായിക്കും. കാരണം അന്നേ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിനമായതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഭഗവാൻ വീക്ഷിക്കുകയും അതിനുള്ള പ്രത്യുപകാരം അല്ലെങ്കിൽ അതിനുള്ള ഫലമെന്നോണം നമ്മളിലേക്ക് അനുഗ്രഹവും ഭാഗ്യവും ചൊരിയുകയും ചെയ്യും. ഇങ്ങനെ വ്യാഴാഴ്ച ദിവസം നൽകുന്ന അന്നദാനം അല്ലെങ്കിൽ വസ്ത്രം തുടങ്ങി എന്ത് വിധേനയുള്ള കാര്യങ്ങളും ദാനം ചെയ്യുന്നത് നിമിത്തം സാമ്പത്തിക വർധനവായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം കുചേലൻ ഉണ്ടായ അവസ്ഥ പോലെ, അതായത് കുചേലൻ കുബേരനായി മാറിയതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തികമായൊരു വളരെ വലിയ വർധനവാണ് അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന ഈ ഉത്തമമായ കാര്യങ്ങളിലൂടെ സംഭവിക്കാനായി പോകുന്നത്. കൂടാതെ അന്നേ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കാവുന്നതാണ്. തുളസിമാല, ഭഗവാന് ഏറ്റവും പ്രീതികരമാണ് തുളസി. അതുകൊണ്ട് തന്നെ തുളസി കൊണ്ട് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടിയ ഒരു മാല ഭഗവാന് ചാർത്തുകയാണെങ്കിൽ അഭീഷ്ടസിദ്ധി ഉറപ്പായ കാര്യമാണ്. അത് സാധിക്കാത്ത പക്ഷം നിങ്ങൾക്കത് കടയിൽ നിന്ന് വാങ്ങി നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൂക്കൾ കൊണ്ടുള്ള ഒരു ഹാരം കൂടി ഭഗവാന് അർപ്പിക്കുന്ന നിമിത്തം വളരെയേറെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും വരാതെ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളുന്നതാണ്.
അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി അർച്ചന നടത്തുക, അതും ഭാഗ്യസൂക്ത അർച്ചന. വ്യാഴാഴ്ച ദിവസം അപ്പോൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ളൊരു ഹാരം സമർപ്പിക്കുക. അതും ഭാഗ്യസൂക്ത അർച്ചന കൂടി നിങ്ങൾ ചെയ്യുക. ഇതൊക്കെയും ഒരുമിച്ച് ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ പാങ്ങിനനുസരിച്ച്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തുളസിമാല അല്ലെങ്കിൽ തുളസി ഇല്ലാത്ത ഭവനങ്ങൾ വിരളമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് നന്നായി ഇറുത്തെടുത്ത വൃത്തിയോടും ശുദ്ധിയോടും ഉള്ള തുളസി കൊണ്ടൊരു ഹാരം കെട്ടി ഭഗവാന്റെ ആ കഴുത്തിലേക്കൊന്ന് ചാർത്തി നോക്കേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭഗവാനോട് പിന്നെ ചെന്ന് പറയേണ്ട കാര്യങ്ങളില്ല. ആ മാല കെട്ടുന്ന, ആ തുളസി ഹാരം നിങ്ങൾ കെട്ടുന്ന ആ വേളയിൽ മനസ്സുകൊണ്ട് ഭഗവാനോട് നിങ്ങളുടെ വേവലാതികൾ, ആവലാതികൾ, വിഷമങ്ങൾ, പരിഭവങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കേ. അതിനുള്ള ഫലം ഭഗവാൻ തരും. അത് കഴുത്തിലേക്ക് അദ്ദേഹം ചാർത്തി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരമായി കഴിഞ്ഞു. പിന്നീട് ആ തിരുനടയിൽ ഒന്ന് നോക്കി നിന്ന് മനം കുളിർക്കെ, കണ്ണു കുളിർക്കെ അദ്ദേഹത്തെ ദർശിച്ചാൽ മാത്രം മതിയാകും. വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിച്ചു പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് മഞ്ഞ വസ്ത്രം. മഞ്ഞ നിറത്തോട് അദ്ദേഹത്തിന് വളരെ കമ്പം കൂടി, അതായത് വളരെ ഇഷ്ടമുള്ളതാണ്. മഞ്ഞ ഡ്രസ്സില്ല, അതായത് ഒരു ഷോളെങ്കിലും ധരിക്കാൻ കഴിയുകയാണെങ്കിൽ അത്ര നല്ലതാണ്, ഭാഗ്യമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിറമായതിനാൽ തന്നെ ആ ഇഷ്ട നിറം ധരിച്ച് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭഗവാന്റെ പ്രീതി കൂടുതൽ സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ സമ്പത്ത്, ധനം എന്നിവ എത്തിച്ചേരുന്നതിനെ, നമ്മളിലേക്ക് കടാക്ഷം ലഭിക്കുന്നതിനെ തുളസിയെ നനച്ചു കൊടുത്താലും മതി. തുളസി ഒന്ന് നല്ല വെള്ളം ഒഴിച്ച് നനച്ച് ഒരു തുളസി ഇതളെടുത്ത് ഒന്ന് കടിച്ച് വായിലൊന്ന് ചവച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്കുള്ള ആ നെഗറ്റിവിറ്റി പുറത്തു പോവുകയും നമ്മളിലേക്ക് പോസിറ്റീവ് തരംഗങ്ങൾ കടന്നു വരികയും ചെയ്യുന്നതാണ്. അതോടൊപ്പം അന്നേ ദിവസം ഒന്ന് സസ്യാഹാരമായി അല്പം വ്രതമൊക്കെ എടുത്ത് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാൽ ഫലം ഇരട്ടിക്കുന്നതുമായിരിക്കും. തിരുപ്പതി വെങ്കിടാചലപതി ബാലാജി, തിരുപ്പതി ഭഗവാനെ അറിയാത്തവരെ ആരാണുള്ളത്? ഒരിക്കലെങ്കിലും തിരുപ്പതി ദർശനം ചെയ്തിട്ടുള്ളവരാണ് ഏവരും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഓം നമോ വെങ്കടേശായ എന്ന ആ മന്ത്രം 108 ഉരു ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ പരാധീനതകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകലുന്നതാണ് തിരുപ്പതി ബാലാജിയെ സ്മരിക്കുന്നതിലൂടെ. ഏവരും പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ആ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലിരിക്കുന്ന ചൈതന്യത്തെ മനസ്സിലൊന്ന് സ്മരിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അന്നേ ദിവസം തുളസിക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം വന്ന് ഒന്ന് ചമ്രം പണിഞ്ഞിരുന്ന് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് 108 ഒരു ഓം നമോ വെങ്കടേശായ എന്നൊന്ന് ജപിച്ചു നോക്കൂ. ഫലം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി, ആയുരാരോഗ്യം ഒക്കെയും ഭഗവാൻ അറിഞ്ഞു തന്നെ നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ അന്നദാനം നടത്താൻ കൂടി സാധിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ദാനങ്ങളിൽ വച്ച് ഏറ്റവും മഹനീയമായ മഹത്വപൂർണ്ണമായ ദാനമാണ് അന്നദാനം. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ പറയാറുണ്ട് 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് സമ്പാദിച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വ്യാഴാഴ്ച ദിവസം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ 10 തലമുറയ്ക്ക് ഇരുന്നുണ്ടാവുന്ന കാര്യങ്ങൾ സീരിയലിലോ സിനിമയിലോ ഒക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾ കേട്ടുള്ളത്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും, ഉറപ്പ്